കോട്ടയത്ത് കൊല്ലപ്പെട്ട വ്യവസായി ദമ്പതികളുടെ മകന്റെ മരണത്തിലും ദുരൂഹതയുണ്ടെന്ന് അഡ്വക്കേറ്റ് ടി അസഫ് അലി 24-നോട്. മകൻ ഗൗതമിന്റേത് കൊലപാതകമെന്ന ആരോപണത്തെ തുടർന്ന് CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു. 2017 ദുരൂഹ സാഹചര്യത്തിൽ ഗൗതമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരു കേസുകളിലെയും ദുരൂഹത നീക്കാൻ കൃത്യമായ അന്വേഷണം വേണമെന്നും ടി അസഫ് അലി ആവശ്യപ്പെട്ടു. ഇപ്പോൾ കൊല്ലപ്പെട്ട വിജയകുമാർ പോലീസിൽ പരാതി കൊടുക്കുന്നു, മകനെ കാണുന്നില്ല. റെയിൽവേ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തെ കാണുന്നു, ട്രാക്കിൻ്റെ സൈഡിൽ. ആ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കി 2 മാസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ആ കേസ് നടത്തിയ, ആ കേസിന് വേണ്ടി നിയമ പോരാട്ടം നടത്തിയ മാതാപിതാക്കളെ ഇന്ന് കൊല്ലപ്പെട്ടതായി കാണുന്നു. പോലീസ് അന്വേഷണം പിഴച്ചത് കൊണ്ടാണ് കേരള ഹൈക്കോടതി CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. കൊലപാതകമാണെന്നുള്ള ആശങ്ക അറിയിച്ചിരുന്നു. 2 കേസും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനിടെ തിരുവാതിക്കലിൽ ഇരട്ട കൊലപാതകത്തിൽ ഒരാൾ കസ്റ്റഡിയിലായെന്ന സൂചനയും വരുന്നുണ്ട്. പ്രതി ഉള്ളിൽ കടന്നത് വീടിന്റെ ജനലിൽ ഹോൾ ഉണ്ടാക്കി വാതിൽ തുറന്നാണ് എന്ന് പോലീസ് പറഞ്ഞു. വീട്ടിനുള്ളിൽ കടന്ന ശേഷം ജനൽ ഗ്ലാസ് കട്ടർ ഉപയോഗിച്ച് വട്ടത്തിൽ മുറിച്ചുവെന്നും കണ്ടെത്തലുണ്ട്. വിശദാംശങ്ങളുമായി ടോബി ജോൺസണും ഒപ്പം നിതിൻ അംബുജനുമുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയുടെ വിശദാംശങ്ങളാണ് നിതിൻ നൽകാൻ പോകുന്നത്. നിതിൻ, ഇത് എങ്ങനെയാണ്, ഇതിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ എങ്ങനെയായിരുന്നു? CBI അന്വേഷണത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം, ഇതിലൊരു ദുരൂഹത എന്നൊക്കെയുള്ള വാദങ്ങൾ വന്നത് എങ്ങനെയാണ്? അനുജ, 2017 ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട വ്യവസായിയുടെ മകൻ ഗൗതമിന്റെ മൃതദേഹം കോട്ടയം കാരിത്താസ് ആശുപത്രിക്ക് സമീപത്തെ റെയിൽവേ ട്രാക്കിൽ നിന്ന് ലഭിക്കുന്നത്. ആ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ അയാൾ സഞ്ചരിച്ച വാഹനമുണ്ടായിരുന്നു. ആ വാഹനം മുഴുവൻ രക്തം നിറഞ്ഞിരിക്കുകയായിരുന്നു. ആദ്യം ഇതൊരു ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഈ പോലീസിന്റെ അന്വേഷണത്തിനെതിരെയാണ് വിജയകുമാർ പിന്നീട് കോടതിയെ സമീപിച്ചത്. പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പോലീസിന്റെ കണ്ടെത്തൽ ആത്മഹത്യയാണെന്ന കണ്ടെത്തൽ തുടർന്നാണ് പിന്നീട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ പ്രധാനമായും കുടുംബം ഉന്നയിച്ച വാദം, ഒരാൾക്ക് ഒന്നിലധികം മുറിവുകൾ ഉണ്ടാക്കി, കഴുത്തിൽ ഒന്നിലധികം മുറിവുകൾ ഉണ്ടാക്കി അതിനുശേഷം റെയിൽവേ ട്രാക്കിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. അങ്ങനെ കുടുംബത്തിന്റെ വാദം പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. CBI അന്വേഷണത്തിന് ഏതാണ്ട് 2 മാസം മുന്നെയാണ് ഉത്തരവിട്ടത്. അതിനുവേണ്ടി ഹാജരായത് കുടുംബത്തിന്റെ അഭിഭാഷകനായ അസഫ് അലിയാണ്. ഇപ്പോൾ 24-നോടൊപ്പം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അസഫ് അലിയുടെ പ്രധാനപ്പെട്ട കാര്യം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന വാദമാണ് പ്രധാനമായും ഉന്നയിച്ചത്. CBI അന്വേഷണത്തിന് അന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. ഈ 2 മാസത്തിന് ശേഷം CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട് അന്വേഷണമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ കോട്ടയത്തെ വ്യവസായി ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ ദുരൂഹതയുണ്ടോ എന്ന സംശയത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതിന് കൃത്യമായ അന്വേഷണം വേണമെന്ന ഒരു ആവശ്യമാണ് എന്തായാലും ഇപ്പോൾ അസഫ് അലി മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോഴത്തെ മരണവും അതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല, പക്ഷേ അതിൽ കൃത്യമായ അന്വേഷണം വേണം. അതേസമയം തന്നെ ഈ കുടുംബം ചില ആശങ്കകൾ തന്നോട് പങ്കുവച്ചിരുന്നു. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിരുന്നില്ല. ഗൗതമിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കോടതിയും കണ്ടെത്തിയിരുന്നു. കാരണം കോടതി നേരത്തെ ഈ കുടുംബം ഉന്നയിച്ച വാദം അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. എന്തായാലും അത് അന്വേഷണത്തിലെ പിഴവാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം ഇനി CBI കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സംഭവിച്ച, അതായത് ഇന്ന് രാവിലെ കോട്ടയത്ത് സംഭവിച്ച ഇരട്ട കൊലപാതകത്തിലും കൃത്യമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് എന്തായാലും അസഫ് അലി മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഒരു ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തി, പക്ഷേ കുടുംബം അത് നിഷേധിക്കുകയാണ്. അതിൽ കൃത്യമായ ദുരൂഹതയുണ്ട്, മാത്രമല്ല ഒരു കൊലപാതകമാണെന്ന സംശയമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് പിന്നീട് CBI അന്വേഷണം ഉത്തരവിട്ടത്. ആ ഉത്തരവിട്ട് 2 മാസത്തിനകമാണ് പിന്നീട് കോട്ടയത്ത് ഈ ദമ്പതികൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇതിലേക്കും ഒരു ദുരൂഹതയുണ്ടോ എന്ന കാര്യം കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ അസഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. കൊല ചെയ്യപ്പെട്ട വ്യവസായി ദമ്പതികളുടെ മകന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതിന്റെ അന്വേഷണം CBIക്ക് വിട്ടിട്ട് 2 മാസമാകുന്ന സമയത്താണ് ഇപ്പോൾ ഇവരുടെ കൂടി കൊലപാതകം നടന്നിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ വേണമെങ്കിൽ ബന്ധപ്പെടുത്താവുന്ന സാഹചര്യമുണ്ട്. അതിലേക്ക് കൃത്യമായ അന്വേഷണം പോകണം എന്നതാണ് അഡ്വക്കേറ്റ് ടി അസഫ് അലി ആവശ്യപ്പെടുന്നത്. അതിനിടെയാണ് ഒരാൾ കസ്റ്റഡിയിലായി എന്ന വിവരം വരുന്നത്. ടോബി ജോൺസൺ വിശദാംശങ്ങളുമായിട്ട്. ടോബി, നേരത്തെ നമ്മൾ പറഞ്ഞ ഇതര സംസ്ഥാന തൊഴിലാളിയാണോ കസ്റ്റഡിയിലുള്ളത്? ഇതിപ്പോൾ അകത്തേക്ക് എങ്ങനെ കടന്നു എന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വരുമ്പോൾ അത് വളരെ വൈദഗ്ധ്യത്തോടെ തന്നെ ആണ് ഇത്തരം കാര്യങ്ങൾ, ഈ മോഷണം നടത്തിയിട്ടുള്ളത്, അല്ല കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അനുജ, തീർച്ചയായിട്ടും വലിയ ദുരൂഹതകൾ ഈ സംഭവത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത് ഈ പ്രതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കൊലയാളി വീടിനുള്ളിലേക്ക് കടന്നത്, ഈ കാണുന്ന വലിയ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് ചെന്ന്, അതുപോലെ തന്നെ അവിടെ ജനലുണ്ട്, ആ ജനലിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ദ്വാരമുണ്ടാക്കി ആ ജനൽ തുറക്കുന്നു. അതിനുശേഷം അത് ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചാണ് തുറന്നത് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. കാരണം അത്രയും ഒരു സർക്കിൾ പോലെയാണ് അത് തുറന്നിരിക്കുന്നത്, മുറിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ ജനൽ തുറക്കുന്നു.
ജനൽ തുറന്ന് അതോടൊപ്പം തന്നെ അടുത്തുള്ള വാതിലും തുറന്നു എന്നുള്ളൊരു സംശയമാണ്. അങ്ങനെയാണ് ഈ പ്രതി ഇവിടേക്ക് കടന്നത് എന്നുള്ളൊരു സംശയമാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. നിലവിൽ ഒരാൾ കസ്റ്റഡിയിലുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന അസം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു, ചില തർക്കങ്ങളും. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ഒരു മൊബൈൽ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് നൽകി ആ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയും റിമാൻഡിൽ പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ മകന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ കൂടി ഉയർന്നു വരുന്നത്. അതായത് വ്യത്യസ്ത മാനങ്ങൾ ഈ കേസിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ആ ദുരൂഹത അന്നത്തെ 2018 ഈ മകൻ മരിച്ചതിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. അന്ന് മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോവുകയും ചെയ്തു. അതിനാണ് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം അന്ന് തന്നെ ഈ ഒരു സംശയം പറഞ്ഞിരുന്നു. കാരണം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണുന്ന വ്യക്തിയുടെ ശരീരത്തിലുള്ള മുറിവുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ ഒരു സംശയം ഉന്നയിച്ചിരുന്നത്. ആ പ്രഖ്യാപനം CBI അന്വേഷണം പ്രഖ്യാപിച്ച് 2 മാസം തികയുന്നതിനുള്ളിലാണ് ഈ മാതാപിതാക്കൾ കൂടി മരണപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംശയം കൂടി പോലീസിന് മുന്നിലുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് കടക്കുന്നത്. നിലവിൽ ഒരാളുണ്ട്, ആ വ്യക്തിയെ വിശദമായിട്ട് ചോദ്യം ചെയ്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അത് കസ്റ്റഡിയിലുണ്ടോ എന്ന് പോലും പോലീസ് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടില്ല. സംശയ നിഴലിൽ ഒരു ജീവനക്കാരനുണ്ട് എന്നൊരു വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണങ്ങളുണ്ട്. ഇതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്ന ആ ഒരു രീതി, ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന CCTVയുടെ ഹാർഡ് ഡിസ്ക് അവിടെ നിന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്ത ഒരു കുറ്റകൃത്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഈ തെളിവുകളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നതടക്കം പരിശോധിച്ച് വിശദമായിട്ടുള്ള പരിശോധനയിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അനുജ, ശരി, തിരുവാതിക്കലിലെ ഇരട്ട കൊലപാതകത്തിലാണ് ഒരാൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നത്. ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അസം സ്വദേശിയാണ്. നേരത്തെ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ്. മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് ചോദ്യം ചെയ്തയാളൊക്കെയാണ്. പിന്നീട് വിട്ടയച്ചിരുന്നു. അയാൾക്ക് വൈരാഗ്യമുണ്ടായിരുന്നു. അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് വീട്ടിനുള്ളിലേക്ക് കടന്നത് എന്നതിന്റെ കൂടി വിവരങ്ങൾ വരുമ്പോൾ അത് പ്രൊഫഷണലായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് ആ വിശദാംശം നൽകുന്ന സൂചന.